ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഓണം പ്രമാണിച്ച് 3 പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള പായസമാണ്, എന്നാൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഫ്രൂട്ട് പായസം, ക്യാരറ്റ് പായസം, പിന്നെ മാംഗോ പായസമാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ ഫിലിപ്സിൻ്റെ മിക്സറിൻ്റെ ഹെൽപ്പോട് കൂടെയാണ്. ഇതെനിക്കിപ്പോൾ പുതിയതായിട്ട് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഇതിൽ 3 ജാറും പിന്നെ ഒരു ഫുഡ് പ്രോസസ്സറും വരുന്നുണ്ട്. അത് നമുക്ക് മൾട്ടി ഫങ്ഷൻസ് ഉണ്ട്. അതിന് എന്തൊക്കെയാണെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഈ ഒരു മിക്സർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. സാധാരണ ചെയ്യുന്ന അരി അരക്കലും പിന്നെ അങ്ങനത്തെ നമ്മൾ നോർമലി ചെയ്യുന്ന തേങ്ങ അരക്കൽ, ആ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. പിന്നെ അത് കൂടാതെ വേറെയും ഒരുപാട് കാര്യങ്ങൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു വലിയ ജാറ് വന്നിട്ടുണ്ട്, അത് ജ്യൂസ് ജാറാണ്. അതിൻ്റെ കൂടെ തന്നെ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റും അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ 2 ജാറ് വരുന്നത് നമുക്ക് സാധാരണ ഉപയോഗിക്കാനുള്ള പൊടിക്കലും അരക്കലും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഈ കാണുന്നതൊക്കെ നമ്മുടെ ഫുഡ് പ്രോസസ്സറിൻ്റെ അറ്റാച്ച്മെൻറ്റ്സ് ആണ് കേട്ടോ. ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് അതിന്. ഇതിൽ നമുക്കിതാ ഇങ്ങനെയാണ് ഫുഡ് പ്രോസസ്സർ വരുന്നത്. ഫുഡ് പ്രോസസ്സറിൻ്റെ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് ഈ സിട്രസ് ജ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി അടുത്തത് ഒരു ബ്ലേഡാണ്. അത് വെച്ചിട്ട് നമുക്കിപ്പം വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുക്കാനും അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ബ്ലേഡാണിത്. പിന്നെ വരുന്ന ഈ ഒരു ബ്ലേഡ് വെച്ചിട്ട് നമുക്ക് ആട്ട കുഴയ്ക്കാനായിട്ട് പറ്റും. പിന്നെ മുട്ട ബീറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ബ്ലേഡാണിത്. പിന്നെ നമുക്ക് ഫ്രൂട്ട്സും പച്ചക്കറികളൊക്കെ കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് സ്ലൈസ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നല്ല പോലെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് കിട്ടും. അടിപൊളിയാണ് കേട്ടോ. ഇത് നല്ല ഷാർപ്പായിട്ടുള്ള ബ്ലേഡ്സ് ആണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റും ഉണ്ട്. ആ ഒരു ബ്ലേഡും കൂടെ കിട്ടുന്നുണ്ട്. ഇത് രണ്ടും നമുക്ക് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഈ ഒരു മിക്സർ 750 വാട്ട്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ മോട്ടറിന് 5 വർഷത്തെ വാറൻറ്റിയും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് പോണതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എല്ലാ പായസത്തിലേക്കും വേണ്ടിയിട്ട് ഈ സാഗോ സീഡ്സ്, അതായത് നമ്മുടെ സാബൂനരി എന്ന് പറയില്ലേ, അതൊന്ന് വേവിച്ചിട്ട് വെക്കാം. ഞാനിപ്പോൾ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. 3 പായസത്തിലേക്കും ഞാനത് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 1 കപ്പ് മുഴുവനായിട്ട് എടുത്തത്. എന്നിട്ട് അത് നല്ലോണം കഴുകിയതിന് ശേഷം 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേവിക്കാൻ വെക്കാം. ഒരു 2 വിസിലൊക്കെ അടിച്ചിട്ട് പിന്നെ ഓഫാക്കിയിട്ട് വെക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം കേട്ടോ വേവിക്കാൻ. നമ്മൾ എടുക്കുന്ന സാഗോ സീഡ്സിനനുസരിച്ചിട്ട് അതിൻ്റെ വേവിലും പിന്നെ വെള്ളം ചേർക്കേണ്ടതിലൊക്കെ വ്യത്യാസം ഉണ്ടാവുക. ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ വേണം. തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഫിലിപ്സിൻ്റെ ഏറ്റവും വലിയ ജാറിൻ്റെ കൂടെ ഇതുപോലത്തെ ഒരു ഫിൽറ്ററും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ല ഈസി ആയിട്ട് തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഈ ജാറ് നമുക്ക് എന്താ പറയുക, ജ്യൂസ് ജാറായിട്ടും യൂസ് ചെയ്യാം, ഫിൽറ്ററൊന്നും ഇടാതെ. അപ്പോൾ ഞാൻ ഈ ഫിൽറ്റർ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്കായിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഒരു ഫുൾ തേങ്ങയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഒരു പായസത്തിലേക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മൾ മാംഗോ പായസം ഉണ്ടാക്കുന്നുണ്ട്, അതിലേക്ക് മാത്രമാണ് ഇതെടുക്കുന്നത്. അങ്ങനെ ഈ ജാറ് മിക്സിമ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത്തിരി മാത്രം ഒഴിച്ചാൽ മതി. എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് നമുക്ക് സാധാരണ മിക്സി എങ്ങനെയാണോ ചെയ്യൽ അതേപോലെ അടിച്ചെടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ആ ഫിൽറ്ററിൻ്റെ പുറത്തേക്കായിട്ട് ഇതേപോലെ തേങ്ങാപ്പാൽ വന്നിട്ട് നിൽക്കുന്നുണ്ടാവും. ഇത് നല്ല കട്ടിയുള്ള പാലാണ് കേട്ടോ ഉണ്ടാവുക. പിന്നെ ഇനി നമ്മൾ ഈ തേങ്ങാപ്പാൽ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി അവിടെ ഫിൽറ്റർ ഉള്ളതുകൊണ്ട് പാല് മാത്രമാണ് പുറത്തേക്ക് വരിക. ആ ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ ഉള്ളിലായിട്ട് കിടക്കുന്നുണ്ടാവും. ഇനി നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ അത് അടിച്ചെടുക്കാം. അപ്പം നല്ല പോലായിട്ട് കിട്ടിയിട്ടുണ്ട്. ആദ്യം ഞാൻ ക്യാരറ്റ് പായസമാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പം ഈ ഫിലിപ്സിൻ്റെ മിക്സിൻ്റെ കൂടെ തന്നെ ഒരു ഫുഡ് പ്രോസസ്സർ വരുന്നുണ്ട്. അതിൽ നമുക്കിങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്ലേഡ് ഉണ്ട്. അതിട്ടിട്ട് ഫസ്റ്റ് ക്യാരറ്റ് സ്ലൈസ് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കുകയും വേണം, കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം സ്ലൈസ് ചെയ്തെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇത് നല്ല ഷാർപ്പായിട്ടുള്ള ബ്ലേഡ്സ് ആണ് കേട്ടോ. അപ്പോൾ തൊടുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കുക, കൈ മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇത് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു ഇതിൻ്റെ മേലേക്കായിട്ട് നമ്മുടെ ആ ബ്ലേഡ് ഇങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് അതിന്മേൽ ഫിക്സ് ആയിട്ട് വരും. ഇനി ഇത് റിമൂവ് ചെയ്യാനും സുഖമാണ്. അവിടെ തന്നെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കത് റിമൂവ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇതാണ് ഈ മിക്സിൻ്റെ കൂടെ വരുന്ന ഫുഡ് പ്രോസസ്സർ. ഇതിൽ നമുക്ക് ആട്ട നീഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതുപോലെ വെജിറ്റബിൾസ് കട്ട് ചെയ്യുക, മുട്ട ബീറ്റ് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പ്രോസസ്സറിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും.
അങ്ങനെ ഞാൻ പ്രോസസ്സർ മിക്സിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു നോബ് വരുന്നുണ്ട് കേട്ടോ, അതാദ്യം ഇട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെ നമ്മുടെ ആ ഒരു റിങ്ങും ഇതിൻ്റെ മേലൊക്കെയായിട്ട് വെച്ച് കൊടുത്തേണ്. ഇനി ഇതെങ്ങനെയാണ് റെഡിയാക്കണേന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ കൂടെ തന്നെ ഇതാ ഇങ്ങനെ ഒരു ക്യാപ്പും വരുന്നുണ്ടാവേ. അപ്പോൾ ആ ക്യാപ്പും കൂടെ വെച്ച് കൊടുത്തിട്ട് അത് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് പീൽ ചെയ്തിട്ടുള്ള ക്യാരറ്റ് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിൽ നമുക്ക് എല്ലാ തരം വെജിറ്റബിൾസും കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ബീട്രൂട്ടും ക്യാരറ്റും പിന്നെ വെണ്ടയ്ക്കും ഒക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് മിക്സി വണ്ണിലേക്ക് ഇട്ടിട്ട് ആ ക്യാരറ്റ് ഇതാ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നൈസായിട്ട് അത് സ്ലൈസ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പം നല്ല ഈസിയാണ്. വെറും 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരുപാട് ഇതിൽ സ്ലൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ക്യാരറ്റ് സ്ലൈസ് ചെയ്തത് വെറും കുറച്ച് സെക്കൻഡ് കൊണ്ട് മാത്രമാണ്. ഇനി നമുക്ക് ഈ ക്യാരറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഈ സംഭവം എടുത്ത് മാറ്റാം. എന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ ക്യാരറ്റ് നല്ല പോലെ സ്ലൈസ് ആയിട്ട് കിടക്കുന്നുണ്ട്. കുറച്ചെണ്ണം നീളത്തിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വെച്ച് കൊടുത്തതിൻ്റെ മിസ്റ്റേക്കാണ്. നല്ല തിൻ സ്ലൈസസ് ആയിട്ടാണ് നമുക്കിതിപ്പം കിട്ടിയിട്ടുള്ളത്. എല്ലാത്തരം വെജിറ്റബിൾസും ഇതിലാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഇത് വേവിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ സ്ലൈസ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ഇതിൽ കിട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതിങ്ങനെ കട്ടി കുറഞ്ഞ് മുറിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 7 മിനിറ്റൊക്കെ വെച്ചാൽ തന്നെ മതി, നല്ല പോലെ വെന്തിട്ട് വരും. ഇനി നമുക്കിത് നെയ്യിൽ വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് വേണം. അപ്പോൾ അതിന് ഞാൻ ഈ ബ്ലേഡ് മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യുന്ന ആ ഒരു ബ്ലേഡ് ഇട്ട് കൊടുത്തിന്. അങ്ങനെ നമ്മൾ ഫസ്റ്റിൽ ചെയ്തില്ലേ അതേപോലെ തന്നെ ഈ ഒരു സംഭവത്തിൽ അത് വെച്ചിട്ട് നമ്മുടെ പ്രോസസ്സറിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിപ്പം ഒറ്റ ക്യാരറ്റ് മാത്രമേ ഗ്രേറ്റ് ചെയ്തെടുക്കണുള്ളൂ. ക്യാരറ്റ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് മിക്സി ഓണാക്കി കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് കിട്ടും. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ക്യാരറ്റ് വെന്ത് അതൊന്ന് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഞാൻ മിക്സിൻ്റെ ഏറ്റവും ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ഇത് പ്യൂരേ ആക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അത് ആ കുക്കാവാൻ എടുത്തിട്ടുള്ള വെള്ളം ഇത്തിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തേണ്. എന്നിട്ട് നല്ലോണം അടിച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് പ്യൂരേ നല്ല പോലെ കിട്ടിയിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ അരിഞ്ഞ് വന്നേണ്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിനായിട്ട് ആദ്യം ഈ ക്യാരറ്റ് പ്യൂരേ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ സാഗോ സീഡ്സ് ഉണ്ടല്ലോ, അതൊരു 2 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് പായസം ഞാൻ ഉണ്ടാക്കണുള്ളൂ, അതുകൊണ്ടാണ് ഇത്ര മാത്രം ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര സാധാ പോലെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് പൊടിച്ചതുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് പാൽ ഒഴിച്ചു കൊടുക്കുക. പശുവും പാലാണ് ഈ ഒഴിക്കുന്നത്. എന്നിട്ട് അത് ഒഴിച്ച് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇതിലേക്ക് മൊത്തത്തിൽ ഞാൻ 1.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അത്ര കുറച്ച് പായസം മാത്രമേ ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. 3 ടൈപ്പ് ഉണ്ടാക്കുന്നതുകൊണ്ട് എല്ലാം കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇനി അതൊരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. അതിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണേ. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി മറന്നുപോയതാണ്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടത് നെയ്യിൽ നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ക്യാരറ്റ് ഒന്നായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് ബദാം ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. പക്ഷേ ഈ ക്യാരറ്റ് പായസത്തിലേക്ക് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ബദാമാണ്. അതുകൊണ്ടാണ് ഞാനത് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പായസം റെഡിയായി. ഇത്ര പണിയുള്ളൂ ക്യാരറ്റ് പായസം ഉണ്ടാക്കാനായിട്ട്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ക്യാരറ്റാന്ന് നമുക്ക് അത്ര പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. അടിപൊളിയിലും കഴിക്കാനായിട്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഫ്രൂട്ട് പായസമാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആപ്പിളും പിന്നെ അനാറും ആണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ മാജിദ ഷെഫീറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അവളൊരു പെരുന്നാളിൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ട് അന്ന് മുതലേ ഞാൻ വിചാരിക്കുന്നുണ്ട് ഉണ്ടാക്കി നോക്കണമെന്ന്.
അപ്പോൾ ഞാൻ ആപ്പിൾ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ ഗ്രേറ്റ് ചെയ്യുന്ന ബ്ലേഡ് ഇട്ടിട്ട് പ്രോസസ്സറിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തേന്. ഇനി ആപ്പിൾ ഇട്ടിട്ട് ഇതാ മിക്സി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആപ്പിൾ നല്ലപോലെ ഗ്രേറ്റ് ആയിട്ട് വരും. എല്ലതും ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടോ. 2 ആപ്പിളാണ് മൊത്തത്തിൽ ഞാൻ എടുത്തിട്ടുണ്ടായത്. നല്ല തിന്നായിട്ട് തന്നെ ആപ്പിൾ ഗ്രേറ്റ് ആയി വന്നിട്ടുണ്ട്. അങ്ങനെ മുറിഞ്ഞു പോവേ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നമ്മൾ കത്തി കൊണ്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാൻ നിന്നാൽ ഒരുപാട് സമയമാവും. അങ്ങനെ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഈ ആപ്പിൾ മുഴുവനും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിന്. ഇതാ കണ്ടില്ലേ, നല്ല നൈസായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് അനാറും ഇതിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് റോബസ്റ്റ് പഴമോ അങ്ങനെ എന്ത് ഫ്രൂട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റുമേ. ഞാനിപ്പോൾ ഇത് രണ്ടും മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിനുശേഷം കുറച്ച് കണ്ടൻസ് മിൽക്ക് എടുത്തിട്ട് ഇതിൽക്കായിട്ട് ഒഴിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെക്കാം. പിന്നെ നമുക്ക് കുറച്ച് പാലൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. ഞാനിപ്പം ഇതിലേക്കും 1.5 കപ്പ് പാല് മാത്രമാണ് എടുത്തിട്ടുള്ളത്. പാല് തിളയ്ക്കുന്ന നേരം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാണ്. കുറച്ച് പിസ്തയും ആൽമണ്ട്സും ഒക്കെ ആവശ്യമുണ്ട് മേലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിസ്തയും നമുക്ക് നമ്മുടെ ഫിലിപ്സിൻ്റെ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ പാല് തിളച്ച് വന്നപ്പം ഞാൻ അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലും നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കാം. ഞാനിപ്പം 3-4 ടേബിൾ സ്പൂണാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രൂട്ട് പായസമല്ലേ, അപ്പം നല്ല മധുരമായിക്കോട്ടെ എന്ന് വിചാരിച്ച്. അങ്ങനെ ഇതെല്ലാം ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സാഗോ സീഡ്സും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. പിന്നെ ഇത് നമ്മൾ തണുപ്പിച്ച് കഴിക്കുന്ന പായസമാണ്, ചൂടോടെ കഴിക്കുന്നതല്ല. അപ്പം ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ടും ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്കത് ഫ്ലെയിം ഓഫാക്കിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഒരു 5 മിനിറ്റൊക്കെ തിളപ്പിച്ചെടുത്താൽ മതി. പിന്നെ ഇത് തണുക്കും തോറും കട്ടി കൂടിയിട്ട് വരും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കട്ടി പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് കോൺഫ്ലോർ, ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലോറൊക്കെ ഇത്തിരി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് ആ കോൺഫ്ലോർ കുക്കാവുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കട്ടിയിലായിട്ട് വരും. അങ്ങനെ ഇപ്പോൾ ഞാനിത് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പിസ്തയൊക്കെ ഇതാ ഇതുപോലെ നമ്മുടെ ഫിലിപ്സിൻ്റെ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പാലിൻ്റെ മിക്സ് നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല തിക്കായിട്ടാണ് ഇതിരിക്കുന്നത്. അങ്ങനെ അതൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച ആ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, ആപ്പിളും അനാറും, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്തൊന്നും ഫ്ലെയിം ഓൺ ആക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല തണുപ്പിച്ച് കഴിക്കുന്ന പായസമാണിത്. അതിനുശേഷം വേറൊരു പാത്രത്തിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യിട്ട് കൊടുത്തേന്. അങ്ങനെ ആ നെയ്യൊന്ന് മെൽറ്റായി കഴിഞ്ഞ് ഒന്ന് ചൂടായി വരുമ്പം നമുക്കതിലേക്ക് കുറച്ച് ആൽമണ്ട്സും കൂടെ ഇട്ടിട്ട് നെയ്യിലൊന്ന് വറുത്തിട്ടെടുക്കാം. ഇനി ഈ വറുത്ത് വെച്ചിട്ടുള്ള ആൽമണ്ട്സ് നമ്മുടെ പായസത്തിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുക. നെയ്യോടെ കൂടെ തന്നെ ചേർക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതിൽ നെയ്യിൻ്റെ ഒരു ഫ്ലേവർ വരുമ്പം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞിട്ട് ഇത്തിരി നേരം കൂടെ ഒന്ന് തണുപ്പിച്ചെടുത്താൽ നമ്മൾ ഫ്രൂട്ട് പായസം റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ഇനി. പിന്നെ ഇത് സെർവ് ചെയ്യുന്ന നേരത്ത് ഞാൻ പിസ്ത പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലും പിസ്ത പൊടിച്ച് ചേർത്താണ്. പിന്നെ സെർവ് ചെയ്യുമ്പോഴും എക്സ്ട്രാ ആയിട്ട് ഇട്ട് കൊടുത്തിനു. നല്ല ടേസ്റ്റ് ഇനി കേട്ടോ. എല്ലാവരും ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമ്മുടെ അവസാനത്തെ പായസമാണ് മാംഗോ പായസം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 വലിയ പഴുത്ത മാങ്ങ എടുത്തിട്ട് ഇതേപോലെ കുക്കറിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇത് വേവിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ടാണ് വേവിക്കാൻ വെക്കുന്നത്. അപ്പോൾ 2 വിസിൽ അടിച്ചാൽ മതി. അപ്പോഴത്തേനും നമ്മുടെ മാങ്ങ നല്ലപോലെ വെന്തിട്ട് കിട്ടും.
അങ്ങനെ മാങ്ങ വെന്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് വിട്ടതിന് ശേഷം നമുക്കത് മിക്സിയിലിട്ടിട്ട് പ്യൂരി ആക്കിയിട്ടെടുക്കാം. ഞാനിപ്പം എടുത്തിട്ടുള്ളത് നമ്മുടെ ഫിലിപ്സിൻ്റെ ചെറിയ ജാറാണ് കേട്ടോ. അതിലിട്ടിട്ടാണ് ഞാനിത് പ്യൂരി ആക്കാനായിട്ട് പോണത്. നല്ല ഫൈനായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഒന്നാമത് നമ്മൾ വേവിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ വലിയ പണിയൊന്നുമില്ല ഇത് പ്യൂരി ആക്കാനായിട്ട്. അതിനുശേഷം ഈ മാങ്ങൻ്റെ പ്യൂരി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിൽക്കായിട്ട് ഞാൻ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഈ പഞ്ചസാരൻ്റെ കൂടെ ഞാൻ 2 ഏലക്കായും കൂടെ ഇട്ടിന് കേട്ടോ, എന്നിട്ടാണ് അത് പൊടിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ ഈ പഞ്ചസാരയും മാങ്ങയും കൂടെ മിക്സാക്കി കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചില്ലേ, അതിൽ 2ാം പാൽ ചേർത്ത് കൊടുക്കുക. തിക്കായിട്ടുള്ള പാലല്ല, നല്ല കട്ടി കുറവുള്ള പാൽ. അത് ചേർത്തിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് എടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ പാലും പശുവും പാലുണ്ടല്ലോ അതും യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഞാൻ കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലോണം ഇളക്കി കൊടുക്കുകയാണ്. ഇതങ്ങനെ അധികം നേരം വെച്ചിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. എല്ലാം ഒന്ന് മിക്സ് ആയിട്ട് ആയാൽ തന്നെ മതിയാവും. അപ്പോൾ തന്നെ നമ്മുടെ പായസം റെഡി ആയിട്ട് കിട്ടും. ഇപ്പം നമ്മുടെ പായസം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അതിൽക്കായിട്ട് 1ാം പാൽ ചേർത്ത് കൊടുത്തു. കുറച്ച് തിക്കായിട്ടുള്ള പാലുണ്ടല്ലോ അതും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ആക്കിയിട്ട് കൊടുക്കുകയാണ്. 1ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് തിളപ്പിക്കാൻ പാടില്ല കേട്ടോ, ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വെക്കുക. ഇനി നമുക്ക് എന്താ പറയുക, കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തിട്ടിട്ട് കൊടുക്കുക. ഞാനിപ്പം അണ്ടിപ്പരിപ്പ് മാത്രമേ വറുക്കുന്നുള്ളൂ, മുന്തിരി എനിക്ക് വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് അത് ചേർത്തിട്ടില്ല. അങ്ങനെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തേന്. എന്നിട്ട് അത് ചൂടായി കഴിഞ്ഞപ്പം അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ അണ്ടിപ്പരിപ്പ് നെയ്യോടുകൂടെ തന്നെ നമ്മുടെ പായസത്തിൽ കൊഴിച്ച് മിക്സാക്കി കഴിഞ്ഞാൽ മാംഗോ പായസം റെഡി ആയിട്ടുണ്ട്. ഇതും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. പക്ഷേ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ആ ഫ്രൂട്ട് പായസമാണ്. അപ്പോൾ നമ്മുടെ ഈ 3 പായസം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്